ഗോൾഡ്. അൽഫോൺസ് പുത്രൻ രചനയും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ച് 2022 തിയേറ്ററുകളിലെത്തിയ മലയാള ചലച്ചിത്രമായിരുന്നു ഗോൾഡ്. പ്രേമം എന്ന വലിയ ഹിറ്റിന് 7 വർഷങ്ങൾക്ക് ശേഷം അൽഫോൺസ് പുത്രന്റെ ഒരു ചിത്രം എത്തുന്നു എന്നത് മാത്രം മതിയായിരുന്നു ഗോൾഡിന് ഫസ്റ്റ് ഡേ തിയേറ്ററുകൾ നിറയ്ക്കുവാൻ. എന്നാൽ ഫസ്റ്റ് ഡേയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ ആ ഒരു തള്ളിക്കയറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചിത്രം ആ കൊല്ലത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. സിനിമയുടെ മേക്കിങ്ങിലും മറ്റും മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പ്രേമം ടച്ചിനും ചിത്രത്തെ കരകയറ്റാനായില്ല. മോശം തിരക്കഥയും അമിത പ്രതീക്ഷകളും എല്ലാം ചേർന്നപ്പോൾ അൽഫോൺസ് പുത്രന്റെ മടങ്ങിവരവ് വെറുതെയായിപ്പോയി. മലൈക്കോട്ടൈ വാലിബൻ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി 2024 വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തിയ മലയാള ചലച്ചിത്രമായിരുന്നു മലൈക്കോട്ടൈ വാലിബൻ. എന്നാൽ ഈ ഒരു ഹൈപ്പ് തിയേറ്ററുകളിൽ നിലനിർത്തുവാൻ ചിത്രത്തിനായില്ല. സിനിമയുടെ വ്യത്യസ്തമായ ആഖ്യാന ശൈലി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താതെ പോയി. സിനിമയുടെ വലിയ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായി മാറി. LJP എന്ന സംവിധായകന്റെ ചിത്രീകരണ ശൈലി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ സിനിമയെ ആഘോഷമാക്കിയപ്പോഴും സാധാരണ പ്രേക്ഷകനെ ചിത്രത്തിന് തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ പോയി. അടുത്തത് ഒരു മമ്മൂട്ടി ചിത്രമാണ്, മാമാങ്കം. മുൻപ് പറഞ്ഞ ചിത്രങ്ങളെ പോലെ തന്നെ വളരെ വലിയ പ്രതീക്ഷകളുമായി തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു മാമാങ്കം. ചിത്രത്തിന്റെ ട്രെയിലറും മറ്റും ഈ പ്രതീക്ഷകളെ വാനോളം ഉയർത്തി. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കുന്നു, കൂടെ വലിയ താരനിരയിൽ. എന്നാൽ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തി ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെടുകയായിരുന്നു. വലിച്ചു നീട്ടിയ രീതിയിലുള്ള തിരക്കഥയും അവതരണവും VFX രംഗങ്ങളുടെ പോരായ്മയും കുത്തഴിഞ്ഞ് തിരക്കഥയും ഇടയ്ക്കുണ്ടായ സംവിധായകന്റെ മാറ്റവും എല്ലാം ചേർന്ന് ചിത്രത്തെ ഒരു പരാജയമാക്കി മാറ്റി. മമ്മൂട്ടി സ്വീകരിച്ച വ്യത്യസ്തമായ അഭിനയ ശൈലിക്കും സിനിമയെ രക്ഷിക്കാനായില്ല. സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ. 2015 വലിയ ഹൈപ്പോടെ തിയേറ്ററുകളിൽ എത്തിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായിരുന്നു സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ. മലയാളത്തിലും തമിഴിലുമായാണ് ചിത്രം നിർമ്മിക്കപ്പെട്ടത്. തമിഴ് സംവിധായകൻ പേരരശ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം 1990 പുറത്തിറങ്ങിയ മലയാള കൾട്ട് ക്ലാസിക് ചിത്രമായ സാമ്രാജ്യത്തിന്റെ തുടർച്ച എന്ന രീതിയിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഈ പ്രചാരമുണ്ടാക്കിയ ഓളം ഒന്ന് വേറെ തന്നെയായിരുന്നു. ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം എന്നാൽ തിയേറ്ററുകളിൽ വലിയ പരാജയമായി മാറി. ഒരു ദുരന്തമായി മാറിയ സാമ്രാജ്യം 2-വിനെതിരെ ഒന്നാം ഭാഗത്തിന് സംവിധായകനടക്കം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഒടിയൻ. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി 2012 തിയേറ്ററിലെത്തിയ മലയാള ചലച്ചിത്രമാണ് ഒടിയൻ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീകുമാർ മേനോനാണ്. പണ്ട് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒടിയൻ എന്ന സങ്കല്പത്തെ ആധാരമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങിയത്. മോഹൻലാലിനെ കൂടാതെ പ്രകാശ് രാജ്, മഞ്ജു വാര്യർ തുടങ്ങിയവരും ഒടിയനിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. 2018 ഡിസംബറിൽ തിയേറ്ററിലെത്തിയ ചിത്രം ആദ്യ ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയെങ്കിലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹാസ്യപരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. സിനിമ സാമ്പത്തികമായി ഒരു വലിയ പരാജയമായിരുന്നില്ല എങ്കിൽ കൂടി സംവിധായകൻ റിലീസിന് മുമ്പേ നടത്തിയ ചില പ്രസ്താവനകൾ പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ നൽകുകയും അത് സിനിമയെ മോശമായി ബാധിക്കുകയും ചെയ്തു. മോഹൻലാലിന്റെ മുഖത്ത് പിന്നീടുണ്ടായ മാറ്റങ്ങൾ ഈ ഒരു സിനിമയുടെ മേക്ക് ഓവറിന്റെ ഭാഗമായി ഉണ്ടായതാണെന്നും അതുമൂലം അദ്ദേഹത്തിന്റെ അഭിനയത്തെ വരെ അത് ബാധിക്കുന്നു എന്ന് തുടങ്ങി നിരവധി വിമർശന ശരങ്ങൾ സംവിധായകന് പിന്നീട് ഏൽക്കേണ്ടതായും വന്നു. പിന്നീട് അദ്ദേഹം ഇതുവരെയും മറ്റൊരു സിനിമ ചെയ്തിട്ടില്ല. ഇനിയും ഇത്തരത്തിൽ മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു 2ാം ഭാഗമായി വരാം. നന്ദി.